നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വയലിൻ്റെ മനോഹാരിതയാണ് ഇതാ രസം എന്നാണ്. ഒരുപാട് കൊക്കുകളെല്ലാം ഇടുന്ന നിരതയിടുന്നുണ്ട്. കുറച്ച് വലിയ കൊക്കുകളാണ്. സൂം ചെയ്താൽ കാണുമെന്ന് പറയാൻ കഴിയില്ല. വലിയ വലിയ കുറേ കൊക്കുകളെയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. പക്ഷേ ഈ കൊക്കൊന്നും പണ്ട് കാലത്തൊന്നും നമ്മൾ എവിടെയൊന്നും കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്ര വലിയ കൊക്കുകൾ. നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ കൊക്കിന് തന്നെ എന്നാ നീട്ടെന്നാ, ഏകദേശം ഒരടിയോളം നീട്ടുണ്ടായി കൊക്കിൻ്റെ വലിപ്പം. തല മുഴുവൻ കറുത്തിട്ട് കാലും കറുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വെളുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള കൊക്കുകൾ. അതേപോലെ തന്നെ പണ്ട് ഇവിടെയെല്ലാം നെൽകൃഷി നടത്തിയ സ്ഥലമാണ്. ഇപ്പം കുറേ കാലമായിട്ട് അങ്ങനെ തരിശായിട്ട് ഇട്ടിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ നല്ല ഇരകളുണ്ട് തോന്നുന്നു. അവർ നന്നായിട്ട് ഇര തേടുന്നുണ്ട്. സാനി വഴി കാണുന്ന പൂവുകളെല്ലാം പറിച്ചുകൊണ്ടാണ് നടക്കുന്നത്. സാനി പൂവെല്ലാം പറിച്ചിട്ട് താളാഞ്ചപ്പിലെല്ലാം വെക്കുന്നുണ്ട്. നമ്മൾ അയാനുണ്ട് അവിടെ നിന്ന് തോട്ടിൽ നിന്ന് മീനെ പിടിക്കുന്നു. എന്തോ പാട്ടയെല്ലാം കെട്ടിയിട്ടാണ് പരിപാടി, എന്താന്നുള്ള അറിയില്ല. അതായത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. തോട്ടിൽ മീനെ പിടിക്കുന്ന പരിപാടിയാണ്. സാനി അവിടെ മഞ്ഞപ്പൂ പറിച്ചിട്ട് താളാഞ്ചപ്പിൽ കുത്തി വെച്ചിട്ട് ബൊക്ക മാതിരി ആക്കിയിട്ടുണ്ട. അതാ കുട്ടികളെ മീനെ പിടിച്ചിട്ട് ബക്കറ്റിൻ്റെ അത് ഇട്ട് വെച്ചിട്ടുണ്ട്. 2-3 മീനത്. നമ്മളെ പഴയ പരിപാടിയാണ് തോട്ടിലെല്ലാം മീനെ പിടിക്കൽ. അതിപ്പം കുട്ടികൾ ചെയ്യുന്നു. ആണ്ട് 3 കിട്ടിയല്ലേ? ഇതെങ്ങനെ നിങ്ങൾ പിടിക്കുന്ന പാട്ട അതിൻ്റെ ഇട്ട് വെച്ചിട്ടാ? അങ്ങനല്ല, നമ്മള് ഫസ്റ്റ് ഒരു കുപ്പി എടുക്കും. അതിന് മേലെ മുറിച്ചിട്ട് മേലത്തെ ഭാഗത്ത് അയക്കച്ചിട്ട് ഹോൾസ് ഇട്ടിട്ട് അതിലോട്ട് കയറ് കെട്ടിട്ട് ചെറുടിയോ കുറെ നേരം കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും തിന്നാൻ ഇട്ട് കൊടുക്കുന്നുണ്ടാ? ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വീട്ടിൽ തിന്നേണ്ട ചോറായിരിക്കും തിരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടാവും അല്ലേ? ഇവരുടെ വീട് ഇവിടെ തന്നെയാണ് ഇവിടെ വീട്. അപ്പം വീടിൻ്റെ മുമ്പിലുള്ള തോട്ടിൽ നിന്നാണ് മീനെ പിടിക്കുന്നത്. നമ്മളെ ബാല്യകാല ഓർമ്മ വരുന്നത്. ശരിക്കും നമ്മളും പണ്ട് ഇതേമാതിരി തന്നെയാണ്. രാവിലെ ഉറങ്ങി എണീച്ചപ്പാട് സ്കൂൾ കൂട്ടിയ സമയത്ത് രാവിലെ ഉറങ്ങി എണീച്ചപ്പാട് ഇങ്ങനെ മീനെ പിടിക്കാൻ വേണ്ടി എല്ലാം വരും. ഇതെല്ലാം കാണാനൊരു രസമാണ്. അവർ പിടിച്ച മീനിനെ പാത്രത്തിലേക്ക് മാറ്റിയിടുന്നു. കണ്ടു വയലിലെല്ലാം മഞ്ഞ് വീണിട്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ?
അങ്ങോട്ടെല്ലാം ഒരുപാട് മഞ്ഞ് വീണിട്ടുണ്ട്. കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കളും എല്ലായിട്ട് കാണാൻ നമ്മളെ തൊട്ടടുത്ത് തന്നെ നല്ല സ്ഥലങ്ങൾ, കാണാൻ പറ്റിയ സ്ഥലങ്ങൾ, മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് സ്ഥലങ്ങളെല്ലാം ഉണ്ടല്ലേ. പക്ഷെ ആരും അത് കാണാൻ ശ്രമിക്കൂല. നമ്മൾ 9 മണി ഒരു 10 മണി വരെയെല്ലാം കിടന്നുറങ്ങും അല്ലേ. പക്ഷെ നമ്മളെ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് വയലിലേക്ക് പോകാം, വെറുതെ കുറച്ച് കാഴ്ചകൾ കാണാൻ അങ്ങനെ വയലിലേക്ക് പോകാം. നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉള്ള നല്ല സ്ഥലമായത് കാണാൻ വേണ്ടി. നല്ല ചെറിയ ചെമ്പരത്തി പൂവായിട്ടല്ലേ, എന്നാ ഭംഗി കാണാൻ. അതും അതിൻ്റെ തൊക്ക് അടിപൊളിയല്ലേ. അനിയതാ പിന്നെ ചെമ്പരത്തി പൂ പോലത്തെ പൂവും കൂടി അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നല്ല നല്ല രസമുണ്ട്. താളാൻ ചെപ്പിൻ്റെ അകത്ത് വെച്ചിട്ട് നല്ല ബൊക്ക മാതിരിയാക്കിയിട്ട്. പണ്ട് ഇവിടെയെല്ലാം നമ്മൾ മാങ്ങ പെറുക്കാൻ വരുന്ന സ്ഥലമാണ്. ഒരുപാട് വെറൈറ്റിയിലുള്ള മാങ്ങകൾ, പുളിയൻ മാങ്ങയും നമ്പ്യാർ മാങ്ങയും അങ്ങനെ ഒരുപാട് മാങ്ങയുണ്ട് ഈ പറമ്പിൻ്റെ മുകളിലോട്ടേക്ക്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെല്ലാം നമ്മൾ ഇവിടെ വന്നിട്ടാണ് മാങ്ങ പെറുക്കാനും എല്ലാം പോകും. മാങ്ങ പെറുക്കാനും വണ്ടി പെറുക്കാനും എല്ലാം പോകും. അങ്ങോട്ടേക്ക് ഭയങ്കര കാടാണ്. ആ കാടിൻ്റെ ഉള്ളിൽ മാങ്ങയും തേങ്ങയും ചക്കയും എല്ലാം ഉള്ള സ്ഥലമാണ്. പിന്നെ ആരും അങ്ങോട്ടേക്ക് പോക്കില്ല, കാട് പിടിച്ചിട്ടേ ഉള്ളത്. പിന്നെ കുറേ കാടുകളെല്ലാം ഇപ്പം സൈഡിലുള്ള കാടുകളെല്ലാം പിന്നെ മണ്ണെല്ലാം നിരത്തിയിട്ട് എല്ലാം പിന്നെ ലെവലാക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ച് കാടുകളുണ്ട്. ഇപ്പം പന്നിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. കുട്ടികളെ മീൻ പിടിക്കാൻ വന്നിരിക്കാതെ പാമ്പ് നീർക്കോലിയാണ്. പേടിക്കണ്ടടാ, നീർക്കോലിയാണ്. പോയി അങ്ങേക്ക് പോയി.